ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ നാടൻ കോഴിക്കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെഗ് പീസൊക്കെ ഞാൻ അങ്ങനെ ഇട്ടിക്കണം. അപ്പോൾ ഇതൊന്ന് മസാല പറ്റിയിട്ട് 1 മണിക്കൂറോളം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ ഒരു 4 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 4 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടെ പെട്ടെന്ന്. അപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ്, അതും ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കരിയാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലൊരു മൂപ്പാവുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി നല്ലതുപോലെ ഒന്ന് എല്ലാ ചിക്കനിലേക്കും എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കണം. അതിനുശേഷം 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാട്ടോ. അപ്പം അതിനുശേഷം ഒരു 3 സവാള ഞാൻ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3 കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണങ്ങളാണ്, 3 കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളിയും കൂടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 10 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ പച്ചമുളകും ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഞാനൊരു 3 തക്കാളി ഞാൻ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് മല്ലിയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് വെറുതെ ഒന്ന് കറക്കി ചെയ്യുന്നുള്ളൂ. അധികം പേസ്റ്റായിട്ടൊന്നും എടുക്കണില്ല, വെറുതെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതിനുശേഷം നമ്മൾ മുളകൊക്കെ ചൂടാക്കി അതേ ചീനച്ചട്ടിയാണ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്, കഴിക്കിട്ടൊന്നുമില്ല. അതേ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പട്ട, ചെറിയൊരു തക്കോലം, ഒരു പത്രി, പിന്നെ ഒരു 6 കരയാമ്പും കൂടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിയെടുത്ത് തീ അപ്പോഴും കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായി നല്ലൊരു മണം വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നതും വേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം. സവോള നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റി കിട്ടണം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഉപ്പ് ചേർത്താൽ പെട്ടെന്നൊന്ന് തയ്യാറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള ഏകദേശം ഒന്ന് വഴറ്റി നല്ലപോലെ വന്നിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിട്ട് നമ്മുടെ 3 ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ച് പേസ്റ്റ് പോലെ ഒന്നാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കുരുമുളകും വലിയ ജീരകമില്ലേ, പെരുംജീരകവും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുള്ളതാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഞാൻ ഒരു 3 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞു ഇരിക്കുന്നുണ്ട്, അത് കാരണം ഞാൻ ഒരു കൈ കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ആ ഗ്രേവി ഒന്ന് തിളച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അടി പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ, നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ മസാലയൊക്കെ പറ്റിയത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഗ്രേവി അടിക്കുമ്പോൾ മുളക് ചേർക്കുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ കുരുമുളകിൻ്റെ
എരിവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുന്നേ നമ്മൾ മസാല പരത്തിയിട്ട് ചിക്കൻ വെക്കുമ്പോൾ മുളക് നല്ല എരിവുള്ള മുളകാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ മുളകിൻ്റെ എരിവ് നല്ല പാകത്തിന് നല്ല അത്യാവശ്യമായിട്ട് ഉണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഞാനൊന്ന് ഒരു മൂടി ഉപയോഗിച്ച് മൂടി വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാനിതിൽ ഇത്തിരി വെള്ളത്തോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഊണിനൊക്കെ നമുക്ക് ഇതിൻ്റെ ചാറ് ഉപയോഗിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഈ സമയം നമുക്ക് ഉപ്പും മസാലയും എരിവൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയില നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയില എല്ലാം കൂടിയിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. മല്ലിയില ഇട്ടതിന് ശേഷമൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരിക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു നാടൻ കോഴിക്കറി സ്റ്റൈലിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഊണിൻ്റെ കൂടെയൊക്കെ ഇതിൻ്റെ ചാറൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്